സ്വാഭാവികമായിട്ടും ഇത് വി ഡി സതീശനുള്ള ഈ തെരഞ്ഞെടുപ്പിലെ UDF-ന്റെ വലിയ തിരിച്ചുവരവിന്റെ വിജയശില്പി എന്ന നിലയ്ക്ക് കൂടിയാണ് അണികൾ ഇത്ര വലിയ ആവേശം ചൊരിഞ്ഞുകൊണ്ടുള്ള ഈ വരവേൽപ്പ് വി ഡി സതീശന് നൽകുന്നത്. ഈ വരവേൽപ്പിന് ചില രാഷ്ട്രീയ സ്വഭാവം കൂടിയുണ്ട്. അത് ആ അണികളുടെ മുദ്രാവാക്യം വിളിയിൽ വളരെ പ്രകടമാണ്. CM CM എന്ന് വിളിച്ചുകൊണ്ടാണ് ആ മുദ്രാവാക്യം വിളികൾ. മറ്റ് ഈ വിജയത്തിന്റെ മുദ്രാവാക്യം വിളിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇനി അടുത്ത മുഖ്യമന്ത്രിയാകാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്ന വി ഡി സതീശനെയാണ് എന്ന് പറയും വിധമാണ്. മാത്രമല്ല അവിടെ നല്ല തിരക്കിനിടയിലായതുകൊണ്ടാണെന്ന് അറിയില്ല, കോലിൽ കുത്തിയ ക്യാമറ പോലും അവിടെ ഞാൻ കണ്ടു. സാധാരണഗതിയിൽ ഇത്തരം ആ ക്യാമറ, കോലിൽ കുത്തിയ ക്യാമറ എന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഞങ്ങളുടെ കയ്യിൽ ഒരു കോലുണ്ട് എന്ന് പ്രേക്ഷകർ മനസ്സിലാക്കുക. ഇത് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇത് ഡൽഹിയിലെ 10-ാം നമ്പർ, ഈ രാജാജി മാർഗിലെ 10-ാം നമ്പർ വസതിയിൽ ഇരിക്കുന്നവർ കാണേണ്ട കാഴ്ചയാണ്. ഇപ്പോൾ അവിടെയാണല്ലോ ഈ യോഗം അവിടെ കാണുന്നുണ്ടാവും. അതെ അതെ, മല്ലികാർജുൻ ഖർഗെയുടെ വസതിയിൽ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് അല്പസമയത്തിനകമാണ് ഈ കേരളത്തിന്റെ യോഗം പിന്നീട് രണ്ടാമതായി നടക്കാൻ പോവുകയാണ്. ആദ്യത്തെ യോഗത്തിൽ KC ഉണ്ട്. തമിഴ്നാടുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിൽ TVKക്ക് പിന്തുണ നൽകണമോ എന്ന് തീരുമാനിക്കുന്നതിനുള്ള യോഗമാണ് ഇപ്പോൾ ആദ്യം ചേരുന്നത്. അതുകൊണ്ട് തന്നെ KC വേണുഗോപാലിന് ഈ നേതാക്കളുമായിട്ടെല്ലാം ചർച്ച ചെയ്യാൻ കഴിയും. അവിടെ അതെ അല്ല, KC വേണുഗോപാൽ പങ്കെടുത്താലും ഇല്ലെങ്കിലും അദ്ദേഹത്തിന് KC വേണുഗോപാൽ പങ്കെടുക്കില്ല എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വരുന്നത് ഡൽഹിയിൽ നിന്ന്. നേരത്തെ കേരളത്തിന്റെ യോഗത്തിൽ പങ്കെടുക്കില്ല എന്നായിരുന്നു. ഇപ്പോൾ തമിഴ്നാടിന്റെ കാര്യത്തിലും KC വേണുഗോപാൽ പങ്കെടുക്കുന്നില്ല എന്ന കാര്യമാണ് വരുന്നത്. അത് ഒരു അനാവശ്യ ചർച്ച വേണ്ട എന്ന് കരുതിയായിരിക്കും. പക്ഷേ KC വേണുഗോപാലിനെ സംബന്ധിച്ച് അദ്ദേഹം AICC ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ഈ യോഗത്തിൽ പോയി ഇവർ രണ്ടുപേരെയും കാണണമെന്നില്ല. മല്ലികാർജുൻ ഖർഗെയും രാഹുൽ ഗാന്ധിയെയും അവരുമായി വളരെ അടുത്ത ബന്ധമുള്ള ആളെന്ന നിലയിലും ആ യോഗത്തിൽ പങ്കെടുത്തൊരു ചർച്ചയ്ക്ക്, അനാവശ്യ ചർച്ചയ്ക്ക് വഴിയൊരുക്കേണ്ടതില്ല എന്നായിരിക്കാം. പക്ഷേ ഏതായാലും ഇത് വി ഡി സതീശനെ സംബന്ധിച്ച് വേറൊരു കാര്യം കൂടി SKN ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് ഈ രണ്ടു നേതാക്കളും പോയത് തിരുവനന്തപുരത്ത് നിന്നാണ്. KC തിരുവനന്തപുരത്ത് നിന്നാണ് ഡൽഹിക്ക് പോയത്. വി ഡി സതീശൻ വരുന്നതും തിരുവനന്തപുരത്ത് നിന്നാണ്. പക്ഷെ അവിടെ ഇത്തരം പ്രകടനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഈ നിലയിൽ. അതായത് ഓരോ നേതാക്കൾക്ക് ആ നിലയിൽ അവർക്ക് സ്നേഹാശംസ അറിയിച്ചുകൊണ്ടും അവരാണല്ലോ നേതൃത്വം നൽകിയത്. അപ്പോൾ ആ നിലയിലുള്ള ഒരു പ്രകടനങ്ങൾ അവിടെ ഉണ്ടായില്ല. ഇതിപ്പോൾ KCയുടെ തട്ടകമായ ഡൽഹിയിൽ വലിയ സ്വീകരണം ഉണ്ടായിട്ട് വി ഡി സതീശൻ അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ മുഹമ്മദ് ഷിയാസ് നേതൃത്വം നൽകുന്ന എറണാകുളം DCCയുടെ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ ഷിയാസ് ആണല്ലോ. ഡൽഹിയിലുള്ള സ്വീകരണമുള്ള പ്രശ്നം ഡൽഹിയിലെ അത്രയ്ക്കത്തൊക്കെ സ്വീകരണം ഉണ്ടാവുള്ളൂ. ഇത് കേരളത്തിലെ ഇതുപോലെ ഇല്ലെങ്കിൽ പോലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിന് അങ്ങനെ വലിയ ആൾക്കൂട്ടൊന്നും ഉണ്ടാവില്ല, ചെറിയ പോലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഡൽഹിയിൽ നടത്താവുന്ന കോൺഗ്രസിന്റെ ഒരു നല്ല പ്രകടനം എന്ന് തന്നെ പറയാം അവിടെ നടത്തിയത്. മാത്രമല്ല ഹഷ്മി, വി ഡി സതീശന്റെ പേര് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പറഞ്ഞുകൊണ്ട് ഈ വിവാദങ്ങൾക്ക് തുടക്കമിട്ടയാൾ മുഹമ്മദ് ഷിയാസാണ്. അത് മാത്രമല്ല പ്രവർത്തകർ ഇപ്പോൾ തന്നെ CM എന്ന് വിളിച്ചാണ് അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുന്നത്. റെയിൽവേ സ്റ്റേഷൻ മാത്രമല്ല, വഴിനീള ആ വാഹനത്തിന് ചുറ്റും ആള്. അതെ അതെ, അവിടുന്ന് ഈ 1.5 കിലോമീറ്റർ ദൂരമാണല്ലോ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.